ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് വാട്ടർമെലൺ സ്റ്റോറീസ്. ഇന്നത്തെ വീഡിയോയിൽ മിക്കവാറും ഞാനും എൻ്റെ ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ. റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു അമ്മയുടെ ഫാമിലിയിൽ ഒരു പൂജ നടക്കുന്നുണ്ട്. അത് വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ അതൊരു വ്ളോഗാക്കിയല്ലോ. ബിക്കോസ് അത് കുറച്ച് നോർമലി നമ്മൾ എല്ലാ സ്ഥലത്തും അങ്ങനെ കണ്ടുവരുന്ന പോലത്തെ അല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പൂജയും കാര്യങ്ങളും എല്ലാ ഐതിഹ്യങ്ങളും കാര്യങ്ങളും എല്ലാമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ജേർണിയിൽ തന്നെ നിങ്ങളെ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ നോക്കുമ്പോഴാണ് പുറത്ത് ഒടുക്കാത്ത മഴ. ഇത് ഞാൻ കാണിച്ചത്. ഒടുക്കാത്ത മഴയാണ് ഇവിടെ. നല്ല ഇടിവെട്ടും നല്ല മഴയും. ചെറു മഴയത്താണ് നമ്മൾ പോകുന്നത്. പിന്നെ എൻ്റെ കാറിലാണ് പോകുന്നത്. അതാണ് പിന്നെ കുഴപ്പമില്ല. ഒടുക്കാത്ത മഴ, അതിൻ്റെ ഒടുക്കാത്ത ഇടിവെട്ട്. ഇവിടെ ബെല്ല ആമി, അതായത് എൻ്റെ ഡോഗ്സ് എല്ലാവരും പേടിച്ചിരിക്കുക. എന്തായാലും നല്ലതാണ്. കുറേ ചൂടിന് ശേഷം ഇപ്പോഴാണ് ഒരു നല്ലൊരു മഴ തന്നെ വരുന്നത്. അത് വേറെ ആർക്കും ബുദ്ധിമുട്ടാവാത്ത രീതിക്ക് വന്നാൽ മതി. അപ്പോൾ എന്താ, നമുക്ക് പോവാം. സോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇത് അച്ഛനെ വണ്ടി ഓടിക്കുന്നത്. ഇവിടെ മൂമിയുണ്ട്. അമ്മ എക്സൈറ്റഡ് ആണോ അമ്മയുടെ വീട്ടിൽ പോകണത്? ശംഖുണ്ട്. ഞങ്ങൾ 4 പേര് പോകുന്നത്. ഇനി അവിടെ ചെന്ന് നമുക്ക് ബാക്കിയുള്ള എല്ലാവരെയും നമുക്ക് പരിചയപ്പെടാം. ഞങ്ങളിപ്പോൾ പറവൂര് ടൗണിലെത്തി. ഇനി കുറച്ചുകൂടെ പോകണം. പറവൂര് ഏഴിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാണിച്ചു തരാം. സോ ഞങ്ങൾ അങ്ങനെ ഇപ്പം അമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. ഇപ്പോൾ ഇവിടെ ഒടുക്കത്ത ഇരുട്ടാണ്. നമുക്ക് കറണ്ടില്ല ഇവിടെ. എന്നെ കാണാവോന്ന് എനിക്കറിയത്തില്ല. നമുക്ക് പോവാം. അങ്ങനെ എൻ്റെ ഫോണിൻ്റെ ടോർച്ചിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. ഞങ്ങളങ്ങനെ ഇപ്പം അമ്മയുടെ വീടെത്തി. ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. ബിക്കോസ് കറണ്ടൊക്കെ പോയി. മഴ കണ്ടതാണല്ലോ, അപ്പോൾ എല്ലായിടത്തും ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിത്തുടങ്ങി. അയ്യോ, ഒടുക്കത്ത് ഇരുട്ടാണ്. ഈ ലൈറ്റില്ലെങ്കിൽ ഇവിടെ പാമ്പുണ്ടായാൽ പോലും നമ്മളറിയില്ല. ഇവിടെ ഒരു അമ്പലമുണ്ട്. നമുക്ക് കാണാമോയെന്ന് എനിക്കറിയത്തില്ല. അവിടെ ഒരു ഇഷ്ടംപോലെ അമ്പലങ്ങൾ നമുക്കുണ്ട്. ഇതേ അവിടെ കുറച്ച് വെളിച്ചമുണ്ട്. അതിൻ്റെ അപ്പുറത്തുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ഗുരുതി പൂജ നടത്തുന്നത്. ഇന്നത്തെ പൂജ വന്നിട്ട് ഗുരുതിയാണ്. ഈ ഒടുക്കത്ത ഇരട്ടാണ്. ഇനി അവിടെ എങ്ങാനും പോയാലാണ് നമുക്ക് കുറച്ച് വെളിച്ചം കിട്ടുള്ളൂ. മോമി അവിടെ പൂജയ്ക്ക് വേണ്ട ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നത് വെച്ചിട്ട് പ്രാർത്ഥിക്കുക. അവിടെ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒരുക്കുക. അമ്മാവനും എല്ലാവരും ദേ കണ്ടോ ഒരുക്കുക. എന്തെങ്കിലും വിളിച്ചുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാനൊരു വകുപ്പ് കണ്ടെത്താമായിരുന്നു. എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് റെഡി ആവട്ടെ. അവിടെയൊക്കെ ഒരുങ്ങുന്നേ ഉള്ളൂ കാര്യങ്ങൾ. നമ്മളിവിടെ ഗുരുതിത്തടം ഒരുക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുക. കുറവായി. അപ്പോൾ നമ്മളതെല്ലാം ഒന്നുകൂടെ ആദ്യമേ ഒരുക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഇവിടെ ഒരു ടെമ്പിളുണ്ട്. ഞങ്ങൾക്ക് അവിടെയും കുറച്ചുണ്ട്. ഇരുട്ട് അതുകൊണ്ട് ഒന്നും കാണത്തില്ല. ഹായ് ശംഖു. ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ ചക്ക അടിയും പഴവും കഴിക്കുവാണ്. മോമീസ് ഈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ശംഖു ചക്കട കഴിക്കാനും പഴം അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത് ഗുരുതിയായിട്ട്? ഇവിടെ കറണ്ടില്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടായി. ആ ഒരു വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചോണ്ടാണ്. സോ ഞാനും ഒന്ന് കഴിക്കട്ടെ. ഞങ്ങൾ ചക്ക അട കഴിക്കുക. ഇവിടെ മേക്ക് ചെയ്തത് കൊള്ളാം. ഞാനിത് എത്രാമത്തെ അടയാണ് കഴിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനിത് കാണിച്ചു തരാം. എല്ലാം കാലി. ഇനി ഇവിടെ ബാക്കി ഇനിയും കുറേ ഇരിപ്പുണ്ട്. ഒന്നും പറയാനില്ല. എനിക്ക് അട ഒന്നാമത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. നമ്മൾ ട്രെയിനർ ഇത് കാണുമ്പോൾ തന്നെ വെട്ടാണ്ടിരുന്നാൽ മതി. പിന്നെ ഭാഗ്യത്തിന് പിന്നെ മറ്റേ അടകൾ പലതരം ഉണ്ടല്ലോ. സോ നോ ഇഷ്യൂസ്. ഇതാണ് എൻ്റെ അച്ചാച്ചനും ഇതാണ് എൻ്റെ മുത്തശ്ശിയും.
ഇന്നത്തെ ഈ ഒരു ദിവസം വരെ രണ്ടുപേരെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അച്ചാച്ചൻ ആ സമയത്ത് അവിടെ ഗുരുതിയുടെ എല്ലാം റെഡിയാക്കുമ്പോൾ അമ്മമ്മ ഫുഡൊക്കെ ഉണ്ടാക്കും, അടിപൊളിയായിട്ട് പായസമൊക്കെ ഉണ്ടാക്കും. രണ്ടുപേരെ നല്ല രീതിക്ക് ഇന്നും എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. അവിടെ പള്ളിപ്പെരുന്നാളിൻ്റെ പ്രദക്ഷിണം വന്നുകൊണ്ടിരിക്കുക. മോമി ഇവിടെ ഓടിത്തുള്ളി വന്നിട്ടുണ്ട്. ഇപ്പം ഏത് പ്രദക്ഷിണമാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്? പ്രദക്ഷിണമല്ല, ഇപ്പൊ വരുന്നത് നീണ്ടൂത്തറ അമ്പലത്തിലേക്കുള്ള താലം. വടക്ക് ശാസ്താവ് അമ്പലത്തിൽ നിന്ന് നീണ്ടൂത്തറ അമ്പലത്തിലേക്ക് ഒരു താലം വരവുണ്ട്. ആ താലാണ് വരുന്നത്. നീണ്ടൂത്തറ അയ്യപ്പന്റെ അമ്പലം നമ്മുടെ ഇല്ലത്തിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു അമ്പലമാണ്. ഇപ്പൊ എല്ലാം പുതുക്കി പണിത് അമ്പലമൊക്കെ നല്ല ഭംഗിയിലാക്കി ഇപ്പൊ അവര് താലം അമ്പലത്തിലേക്ക് പോകുന്നു. ഡാൻസ് എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പേരമ്മയ്ക്ക് എന്താണ് ഗുരുദേവനെ പറ്റി ഓർക്കുമ്പോൾ ഓർമ്മകൾ വരുന്നത്? ഗുരുതി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ മാവില് മുഴുവൻ മാമ്പഴമൊക്കെ ഉണ്ടാവും. മുത്തശ്ശി മാമ്പഴമൊക്കെ പെറുക്കി ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും പഴുപ്പിക്കും. നമ്മളൊക്കെ വരുമ്പോഴത്തേക്ക് കഴിക്കാനായിട്ട് ഇതെല്ലാം കഴിക്കലാണ് പ്രധാനം ഗുരുതി എന്ന് പറയുമ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് പൂജയുടെ ഒരുക്കങ്ങളെല്ലാം ഉണ്ടാക്കി പൂജ കാണല്, തൊഴുവല്. അത് കഴിഞ്ഞ് രാത്രി 12 മണിയാകുമ്പോഴാണ് പൂജ ഗുരുതി ആവുന്നത്. അതുവരെ പടക്കം പൊട്ടിക്കലും എല്ലാരും കൂടി ഭയങ്കര. ഗുരുതി എന്ന് പറഞ്ഞാ എന്താ? ഗുരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമുണ്ഡി ദേവിയാണ് അവിടെ ഇരിക്കുന്നത്. ചാമുണ്ഡി ദേവിക്ക് ഗുരുതി എന്ന് പറഞ്ഞാൽ മഞ്ഞള്, ചുണ്ണാമ്പ്, പാല് ഇതെല്ലാം കൂടി കലക്കുമ്പോ അത് ചുമന്ന കളറില് രക്തം പോലെ ആവും. അപ്പൊ ഈ പലരും മനുഷ്യനെ മൃഗങ്ങളെയൊക്കെ വെട്ടി കുരുതി കൊടുക്കും. നമ്മള് അങ്ങനെ ചെയ്യൂല. അതിന് പകരം ഇതുമാതിരി ഗുരുതി പോലെ ആക്കിയിട്ട് അത് വെള്ളത്തോട് കൂടിയാവുമ്പോ ചോര പോലെ വരും. അല്ലാണ്ട് കട്ടിയായിട്ടാവുമ്പോ കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്ത് കഴിയുമ്പോ ഇങ്ങനെ കട്ടിയായിട്ടുള്ള മാംസങ്ങള് പോലെ വരും. അങ്ങനെ പല പാത്രങ്ങളിലാക്കിയിട്ടാണ് ഗുരുതി തർപ്പണം നടത്തുന്നത്. നമ്മൾ ഗുരുതി പൂജ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും. ഹായ്. ഞങ്ങളപ്പോൾ ബാംഗ്ലൂർ ജ്യൂസി ആൻഡ് ഫുഡ്സിൽ വന്നേക്കുക. സ്പോട്ടിൽ നിർത്തിയതാണ്. പോകുന്ന വഴിക്ക് കട കണ്ടു, നിർത്തി വന്നു. കാരണം ഭയങ്കര ക്ഷീണം. അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. കറണ്ട് പോയി. എല്ലാവരും വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഞങ്ങൾ ഓർഡർ ചെയ്തതിൽ അമ്മയുടെ ഫലൂഡയും അച്ഛൻ്റെ ഫുഡും വന്നിട്ടുണ്ട്. ഇനി അച്ഛൻ്റെ ഒരു ഡ്രിങ്കും ശംഖുവിൻ്റെ എൻ്റെ ഒരു കോൾഡ് കോഫി വിത്ത് ഐസ്ക്രീമും കൂടെയാണ് ഇനി വരാനുള്ളത്. വന്നോ? യാ, വന്നു. യെസ്. അങ്ങനെ ഞങ്ങൾ ജ്യൂസിയുടെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം തിരിച്ചു പോവുക. വേറെ എന്തൊക്കെയൊക്കെയോ കഴിക്കാൻ മേടിക്കണോ എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ബൈ.